പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തെ അമേരിക്ക വളരെ ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇന്ത്യയിലുള്ള US അംബാസിഡർ എറിക് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമാണ്. അതിനെ വില കുറച്ച് കാണരുത്. അതേ സമയത്ത് തന്നെ ഒരു സംഘർഷം നടക്കുന്ന സമയത്ത് ഇന്ത്യയും അമേരിക്കയും പോലെയുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു രാജ്യം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അതീതമായി പോവുകയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പരമാധികാര അതിർത്തി ലംഘിക്കുകയോ ചെയ്യുമ്പോൾ ഇന്ത്യയും അമേരിക്കയും തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ പ്രതിനിധി പ്രതികരിച്ചത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ശക്തമായ ഒരു പ്രതിരോധ ബന്ധമൊക്കെ അടുത്തിടെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ. എന്നാൽ നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ ഈ ഒരു റഷ്യ സന്ദർശനം അമേരിക്കയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ചില മാധ്യമ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യക്ക് കൂടുതൽ ആയുധങ്ങൾ വിൽക്കുന്നതും ടെക്നോളജി കൈമാറുന്നതുമൊക്കെ അബദ്ധമായിട്ട് മാറുമോ എന്ന് അമേരിക്ക സംശയിക്കുന്നുണ്ട് എന്നൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങൾ വച്ച് കാച്ചുന്നുണ്ട്. ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വൈറ്റ് ഹൗസും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും ആശങ്ക പ്രകടിപ്പിക്കുകയും മോസ്കോയുമായിട്ടുള്ള ദീർഘകാല ബന്ധം ഇന്ത്യ പരിമിതപ്പെടുത്താത്തത്, പ്രത്യേകിച്ച് ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പരിമിതപ്പെടുത്താത്തത് അമേരിക്കയെ ആശങ്കപ്പെടുത്തുകയോ അല്ലെങ്കിൽ കുറച്ച് ഒന്ന് നിരാശപ്പെടുത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇന്നുവരെ കണ്ട സുഹൃത്ത് രാജ്യങ്ങളെ പോലെ അല്ല ഇന്ത്യ. സത്യത്തിൽ അമേരിക്കയ്ക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഫ്രാൻസ് ഉണ്ട്, ബ്രിട്ടൻ ഉണ്ട്, കാനഡയുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, ന്യൂസിലാൻഡ് ഉണ്ട്. പല യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളൊക്കെ തന്നെ അമേരിക്ക വല്യേട്ടനാണ്, ഞങ്ങളൊക്കെ അനിയന്മാരാണ് എന്ന കാഴ്ചപ്പാടിലുള്ള രാജ്യങ്ങളാണ്. അല്ലെങ്കിൽ അമേരിക്ക രാജാവ്, ഞങ്ങൾ മന്ത്രിമാര് എന്ന നിലയിൽ അമേരിക്ക കാണുന്ന രാജ്യങ്ങളാണ്. അതായത് ഒരു വല്യേട്ടൻ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു നേതാവായിട്ട് US-നെ അംഗീകരിച്ചിട്ടുള്ള രാജ്യങ്ങളാണ് ഇതുവരെയും അവരുടെ സഖ്യകക്ഷികളായിട്ട് ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ നാറ്റോ അംഗങ്ങളായിക്കോട്ടെ, യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ, ഇനിയിപ്പോൾ സൗത്ത് കൊറിയ പോലെയുള്ള രാജ്യങ്ങളോ അല്ലെങ്കിൽ ഫിലിപ്പൈൻസ് പോലെയുള്ള രാജ്യങ്ങളോ ആയിക്കോട്ടെ, തായ്വാൻ ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ അമേരിക്കയുടെ ആ ഒരു മേധാവിത്വം, അപ്രമാദിത്വം ഒക്കെ അംഗീകരിച്ചിട്ടുള്ള രാജ്യങ്ങളാണ്. നാളിതുവരെ അങ്ങനെയുള്ള സുഹൃത്തുക്കളെ അമേരിക്ക കണ്ടിട്ടുള്ളൂ. അത് പാകിസ്ഥാൻ ആയിരുന്നപ്പോഴും, പാകിസ്ഥാൻ അമേരിക്ക സൗഹൃദം ഉണ്ടായിരുന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ അങ്ങനെ ഏതെങ്കിലും ഒരു തൊഴുത്തിക്കൊണ്ട് എന്ന് കെട്ടാൻ പറ്റുന്ന ഒരു സുഹൃത്തല്ല. അല്ലെങ്കിൽ അമേരിക്കയുടെ അപ്രമാദിത്വം അംഗീകരിക്കുന്ന ശരിയേട്ട ഓ തമ്പ്ര എന്ന് വിളിക്കുന്ന രാജ്യമല്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള നിലപാടുകളുണ്ട്, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. നിങ്ങളൊരു ഉദാഹരണം പരിശോധിക്കൂ. ഇപ്പോൾ റഷ്യക്കെതിരായിട്ട് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്താൻ തീരുമാനിച്ചാൽ വാലുപോലെ പുറകെ യൂറോപ്യൻ രാജ്യങ്ങൾ, അത് ഫ്രാൻസ് ആയിക്കോട്ടെ, ബ്രിട്ടൻ ആയിക്കോട്ടെ, ഏത് രാജ്യമായിക്കോട്ടെ, കാനഡ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ ഒക്കെ തന്നെ എന്ത് ചെയ്യും? റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തും. ഇറാനെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയാൽ ഈ രാജ്യങ്ങളും ഏർപ്പെടുത്തും. അമേരിക്ക ഏതെങ്കിലും ഒരു ഭീകരനായിട്ട് ഒരാളെയോ ഒരു സംഘടനയോ ഒന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളും പ്രഖ്യാപിക്കും. അമേരിക്ക എന്ത് ചെയ്യുന്നോ അതിനനുസരിച്ച് അമേരിക്കയുടെ വാലിൽ തൂങ്ങി നടക്കുന്നവരാണ് അമേരിക്കയുടെ സഖ്യകക്ഷികൾ. അങ്ങനെയുള്ളവരെ അമേരിക്ക കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ റഷ്യയോട് പോലും അങ്ങനെ ഒരു വിധേയത്വം നാളിതുവരെ കാണിച്ചിട്ടില്ല. ഇന്ത്യക്ക് റഷ്യയോടുള്ളത് നന്ദിയും കടപ്പാടും സൗഹൃദവുമാണ്. കാരണം നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയും അതുപോലെ പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് പാകിസ്ഥാൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അമേരിക്കയുടെ ഒരു കപ്പൽ ഇന്ത്യ ആക്രമിക്കാനായിട്ട് വരികയാണ്. അന്ന് റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക ഇന്ത്യ ആക്രമിച്ചനെ. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ നേവിയുടെ ശക്തമായ കപ്പൽ വ്യൂഹങ്ങളെ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. അന്ന് അടിയന്തരമായിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ ആണല്ലോ പിൽക്കാലത്ത് റഷ്യയായിട്ട് പിന്നീട് മാറിയത് തകർന്നതിന് ശേഷം. അപ്പോൾ ആ സോവിയറ്റ് യൂണിയൻ ആണെന്ന് നമ്മളെ സഹായിക്കാൻ ഉണ്ടായിരുന്നത്. അന്നത്തെ ശീതയുദ്ധമൊക്കെ അതിനൊരു കാരണമായിരിക്കാം. എന്താണെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കൂ. 71 ആ യുദ്ധ സമയത്ത് അമേരിക്കൻ കപ്പലുകൾ ഇന്ത്യ ആക്രമിച്ചു തുടങ്ങിയെങ്കിൽ ആദ്യം അമേരിക്കൻ നേവി വരും, പിന്നെ യുദ്ധത്തിലേക്ക് അമേരിക്കൻ എയർഫോഴ്സ് വരും, അത് കഴിഞ്ഞ് പാകിസ്ഥാനിലൂടെ അമേരിക്കയുടെ കരസേന വരെ. കാരണം അവർക്ക് എയർ ലിഫ്റ്റ് ചെയ്ത് അവരുടെ ടാങ്കുകളും മറ്റുമൊക്കെ പാകിസ്ഥാനിൽ വിന്യസിച്ചിട്ട് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ അമേരിക്ക ഇന്ത്യയിൽ കയറി പൂണ്ട് വിളയാടിയനെ. അന്ന് നമുക്ക് ഒരിക്കലും അമേരിക്കയെ പരാജയപ്പെടുത്താനുള്ള ശക്തിയൊന്നുമില്ല. അപ്പോൾ 71 യുദ്ധത്തിൽ അത്തരത്തിൽ ഇന്ത്യ ആക്രമിക്കാൻ മുതിർന്ന അമേരിക്ക ഒരുപക്ഷെ അന്ന് അതിനവർക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം തന്നെ ചിന്ന ഭിന്നമായി പോയനെ. കുറെ പ്രദേശങ്ങൾ അവസരം മുതലെടുത്ത് ചൈന പിടിച്ചെടുത്തനെ. കുറെ പ്രദേശങ്ങൾ അമേരിക്കയുടെ സഹായത്തോടെ പാകിസ്ഥാൻ പിടിച്ചെടുക്കും. ബാക്കി അവശേഷിക്കുന്ന പ്രദേശങ്ങൾ പല രാജ്യങ്ങളായിട്ട് ആഭ്യന്തര യുദ്ധത്തിൽ പെട്ടുപോയനെ. നമ്മൾ ഇന്നിപ്പോൾ മിഡിൽ ഈസ്റ്റിൽ കാണുന്നത് പോലെ, നമ്മൾ ഇന്നിപ്പോൾ ആഫ്രിക്കയിൽ കാണുന്നത് പോലെ
അല്ലെങ്കിൽ ഉത്തര കൊറിയയും സൗത്ത് കൊറിയയും പോലെ 2ഓ 3ഓ ഒക്കെ ആയിട്ട് ഇന്ത്യ സ്പ്ലിറ്റ് ആയനെ. അപ്പൊ ഇത്തരത്തിലൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് സോവിയറ്റ് യൂണിയനാണ് ഇന്ത്യയെ ആ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത്. അതിന്റെ കടപ്പാട് ഇന്ത്യക്ക് എന്നുമുണ്ട്. സോവിയറ്റ് യൂണിയൻ അവരുടെ താല്പര്യങ്ങളുണ്ട്, ഇന്നത്തെ റഷ്യക്ക് അവരുടെ താല്പര്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ നമുക്കതുകൊണ്ട് ഗുണമോ ദോഷമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. റഷ്യയുടെ താല്പര്യങ്ങൾ ഇന്ത്യക്ക് ദോഷകരമായി മാറാത്തിടത്തോളം കാലം ഒരു ഘട്ടത്തിലും ഇന്ത്യ റഷ്യയെ തള്ളിപ്പറയേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നലകളിൽ അമേരിക്ക കണ്ട അവരുടെ സുഹൃത്ത് രാജ്യം പോലെ അല്ല ഇന്ത്യ. ഇന്ത്യക്ക് നന്ദിയും കടപ്പാടും ഒക്കെ മറ്റു രാജ്യങ്ങളോടുണ്ട്. ഇന്ത്യ ഒരു രാജ്യത്തിന്റെയും തൊഴുത്തിൽ പോയി നിൽക്കില്ല. ഇന്ത്യക്ക് സ്വതന്ത്രമായ കാഴ്ചപ്പാടുകളും വിദേശ നയവുമുണ്ട്. ഇപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അധികാരത്തിലേറ്റ സമയത്ത് ഒബാമയുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്, ട്രംപുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്, ബൈഡനുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അങ്ങനെ അമേരിക്കയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുന്നുണ്ട്. നമ്മൾ അമേരിക്കയുമായിട്ട് വളരെ ശക്തമായ ബന്ധം ഉണ്ടാക്കുമ്പോഴും റഷ്യ ഇന്ത്യയോടുള്ള സൗഹൃദം വേണ്ടെന്ന് വെച്ചിട്ടില്ല. കാരണം ഇന്ത്യയുടെ സ്വതന്ത്രമായ തീരുമാനങ്ങളെ, ഒരു പരമാധികാര രാജ്യത്തിന്റെ തീരുമാനങ്ങളെ റഷ്യ ബഹുമാനിക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള കാര്യത്തിലും ഇന്ത്യയുടെ അഭിപ്രായങ്ങളെയും തീരുമാനങ്ങളെയും ബഹുമാനിക്കാൻ അമേരിക്ക തയ്യാറാകണം. ഇപ്പൊ ഇന്ത്യ ഭീകരവാദി എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള എത്രയോ പേരെ അമേരിക്ക ഭീകരവാദിയാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ത്യ പാകിസ്ഥാനെ കാണുന്നത് ഒരു ഭീകര രാഷ്ട്രമായിട്ടാണ്. അമേരിക്ക അങ്ങനെ ഒരു ഭീകര രാഷ്ട്രമായിട്ട് അവരെ കാണുന്നില്ല. അപ്പൊ അങ്ങനെ ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചല്ല അമേരിക്കയും അവരുടെ രാജ്യത്തിന്റെ നയങ്ങൾ രൂപീകരിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. സമാനമായ രീതിയിൽ അമേരിക്കയ്ക്ക് ചിലപ്പോൾ ഒരു രാജ്യം ശത്രുവായി തോന്നും. ഇന്ത്യക്ക് അങ്ങനെ തോന്നേണ്ട ഒരു കാര്യമില്ല. നമുക്ക് റഷ്യ സുഹൃത്താണ്. അമേരിക്കയ്ക്ക് ശത്രുവാണെങ്കിൽ നിങ്ങൾ ശത്രുത കാണിച്ചോ, നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല അത്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ പേരിൽ എത്ര കുരു പൊട്ടിച്ചിട്ടും കാര്യമില്ല. അമേരിക്ക വിചാരിക്കുന്ന പോലെയൊന്നും ഇന്ത്യയെ നിങ്ങളുടെ തൊഴുത്തിൽ കെട്ടാൻ പറ്റില്ല മക്കളെ.